എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ലെക്ചറിലൂടെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകളും അതേപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ ഡിസ്കവറിയിലേക്ക് നയിച്ച റുദർഫോർഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. തുടർന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയയെക്കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ഇന്ന് ന്യൂക്ലിയസിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയാണ്. വി ആർ ഡിസ്കസിങ് അബൌട്ട് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. സോ ഇൻ ദിസ് ലെക്ചർ വി ആർ ഫസ്റ്റ് ഡിസ്കസിങ് അബൌട്ട് ദ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. ഇനി ന്യൂക്ലിയസ് എന്താണെന്ന് ചോദിച്ചാൽ, what do you mean by nucleus? Nucleus is a part of an atom in which almost all mass of the atom is concentrated along with the total charges. അപ്പോൾ total positive charges. അപ്പോൾ പോസിറ്റീവ് ചാർജുകളുടെയും ആറ്റത്തിൻ്റെ മാസിൻ്റെ ഏതാണ്ട് സിംഹഭാഗത്തിൻ്റെയും കൂടെ ഒരു അഗ്രിഗേഷനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള ഒരു ന്യൂക്ലിയസിന് കാണാൻ പറ്റുന്ന ചില ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ പലതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിലൊന്നാമത്തത് ന്യൂക്ലിയർ സൈസ്. ന്യൂക്ലിയർ സൈസ്, ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കമ്പാരിസൺ പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ്, നിങ്ങളൊരു 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു ബോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇഫ് that can be assumed as a nucleus, then what will be the size of an atom? It will have a size near to 1.1 to 1.6 kilometers. അപ്പോൾ അത്രയേറെ വലിപ്പം വ്യത്യാസമുണ്ട് ആറ്റത്തിനെയും ന്യൂക്ലിയസിനെയും കമ്പയർ ചെയ്യും. ഇനി അതിനൊരു കൃത്യമായ ഒരു മാത്തമാറ്റിക്കൽ ഫോം കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഫിസിക്സിൽ നമ്മൾ വെറുതെ വേഗമായിട്ടൊരു സൈസ് കമ്പാരിസൺ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. അതിനൊരു എംപിരിക്കൽ ഫോർമുലയുണ്ട്. ദാറ്റ് ഫോർമുല ക്യാൻ ബി expressed as the radius of a nucleus capital R can be expressed as R0 into a raised to 1/3. അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അതിനു മുന്നേ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഫ്രം എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് വി ഗോട്ട് ദ ഐഡിയ ദാറ്റ് radius of a nucleus is proportional to the cube root of mass number. A is nothing but the mass number of the nucleus. Then R or radius of the nucleus is proportional to the cube root of mass number. അങ്ങനെയാണെങ്കിൽ ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺസ്റ്റൻറ്റിനെ കൊണ്ടുവന്നത്, R0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്. ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ് R0. ഇതിനെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ സ്മോൾ R0 എന്നാണ് കാണുന്നത്, ചിലയിടത്ത് ക്യാപിറ്റൽ R0. അത് ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എഴുതാം. പക്ഷേ അത് എന്താണെന്ന് മനസ്സിലാക്കണം, കൃത്യമായി അതിൻ്റെ വാല്യൂവും യൂണിറ്റും എഴുതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R0 എന്ന് പറയുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. ദാറ്റ് R0 ഈസ് ഈക്വൽ ടു R0 യഥാർത്ഥത്തിൽ ഇതൊരു റേഞ്ചാണ്, പക്ഷേ നമുക്ക് നിങ്ങളുടെ ഒരു സിലബസ് അനുസരിച്ച് ഇതിനൊരു അപ്രോക്സിമേറ്റ് വാല്യൂ തന്നെ നമുക്ക് എടുക്കാം. ദാറ്റ് ക്യാൻ ഹാവ് വാല്യൂ 1.3 into 10 raised to minus 15 meter, or simply we can write it as 1.3 Fermi meter. കണ്ടോ? അപ്പോൾ ഇതാണ് ആ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എടുത്ത ആ കോൺസ്റ്റൻറ്റിനെയാണ് R0 എന്ന് വിളിക്കുക. ഇറ്റ്സ് വാല്യൂ ഈസ് 1.3 Fermi meter. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ആ ഐഡിയ എത്രത്തോളം ചെറുതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, എത്രത്തോളം ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും എത്രത്തോളം ചെറുതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാല്യൂ കൊണ്ടുവന്നത്. ഇനി ഇതിനൊരു ആറ്റത്തിൻ്റെ സൈസുമായിട്ടൊരു കമ്പാരിസൺ കൊടുത്താലോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ആറ്റത്തിൻ്റെ ഒരു നോർമൽ ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 1 to 5 ആങ്സ്ട്രോംസ് ആണ്. What is the value of an angstrom? Which is approximately equal to 1 into 10 raised to minus 10 to 5 into 10 raised to minus 10 meters. അപ്പോൾ ഇത്രയും വാല്യൂ ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ആറ്റത്തിൻ്റെ സൈസ് ഓഫ് ആൻ ആറ്റം.
അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയൂടെ. ഈ എ എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണഗതിയിൽ മാക്സിമം വാല്യൂ ഒക്കെ പോയാലും ഒരു 200, 280 ഒക്കെ റേഞ്ചിലാണ് വരും. അപ്പോൾ ആ ഡയമെൻഷൻ എന്ന് പറയുന്നതും ഈ R0യുടെ ഡയമെൻഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് R0യുടെ ഡയമെൻഷനിലായിരിക്കും നമ്മുടെ ടോട്ടൽ R എന്ന് പറയുന്നത്. കാരണം R0യുടെ വാല്യൂ എന്ന് പറയുന്നത് 10⁻⁻15ഉം A⁻1/3യുടെ വാല്യൂ കൂടിപ്പോയാൽ ഒരു 5ഓ 10 പോലും വരില്ല. 10 വന്നു കഴിയുമ്പോൾ തന്നെ 1000 ആയില്ലേ. അപ്പോൾ A1000 ആയാലല്ല അതിൻ്റെ വാല്യൂ 10ലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ R0യുടെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റത്തിൻ്റെ സൈസും ന്യൂക്ലിയസിൻ്റെ സൈസും കൂടെ കമ്പയർ ചെയ്തൂടെ. സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ റേഡിയസ് തന്നെ. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? ഈ 1 എന്നുള്ള വാല്യൂ തന്നെ എടുത്താൽ ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏതാണ്ട് 10⁻⁻10 മീറ്ററും അതേപോലെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10⁻⁻15 മീറ്ററും. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര ഉണ്ട്? ഏതാണ്ട് 10⁻⁻5 മീറ്ററിൻ്റെ വ്യത്യാസമില്ലേ? അതിനെയല്ലേ നമ്മൾ 1 സെൻറ്റിമീറ്റർ ഉള്ളൊരു ബോളും 1 കിലോമീറ്റർ ഉള്ള ഒരു റേഡിയസിലുള്ള ഒരു സംഭവമാണ് ആറ്റം എന്ന് പറഞ്ഞത്. ഇവ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻2 മീറ്റർ, 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻3 മീറ്റർ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 10⁻5 അല്ലേ? ഇവിടെ 10⁻5 അല്ല, 10⁻5ൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ആ സൈസ് കമ്പാരിസൺ ഒരേപോലെ വന്നത് കണ്ടോ? അപ്പോൾ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്തത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ന്യൂക്ലിയർ സൈസ് എന്ന് പറയുന്നത് എന്താണ്? R = R0 × A⁻1/3 എന്ന്. ഇത് വെച്ച് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു ന്യൂക്ലിയസിനെ തരുന്നു. അപ്പോൾ കാർബൺ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? കാർബണിൻ്റെ മാസ് നമ്പർ കണ്ടുപിടിക്കുക. കാർബണിൻ്റെ നോർമൽ കേസിലുള്ള മാസ് നമ്പർ എത്ര? C612 അല്ലേ. അപ്പോൾ 12ൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുക, അതിൻ്റെ കൂടെ R0 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾക്ക് റേഡിയസ് ഓഫ് എ കാർബൺ ആറ്റം. അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആറ്റംസിൻ്റെ ന്യൂക്ലിയസുകളുടെ സൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി റിഗാർഡിംഗ് ദ സൈസ് ഓഫ് എ ന്യൂക്ലിയസ്. ക്ലിയർ ആയോ? ഇതിൻ്റെ എക്സാമ്പിൾസ് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാസ്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയർ മാസ്. ഇതിന് ന്യൂക്ലിയർ സൈസിന് വേണമെങ്കിൽ നിങ്ങൾ R എന്നൊരു വാല്യൂവിൽ കൊടുത്തു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ന്യൂക്ലിയർ മാസ്. ഇനി എന്താണ് ന്യൂക്ലിയർ മാസ് കൊണ്ട് ഉദ്ദേശിക്കുക? വാട്ട് ആർ ദ കമ്പോണൻസ് വിച്ച് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ ന്യൂക്ലിയർ മാസ്? അപ്പോൾ ന്യൂക്ലിയർ മാസിൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിനുള്ളിലുള്ള വസ്തുക്കളുടെ മാസിൻ്റെ സം എടുത്താൽ പോരെ. ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്? ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഇനി ഒരു പ്രോട്ടോണിൻ്റെ മാസ്, സപ്പോസ് ദ മാസ് ഓഫ് എ സിംഗിൾ പ്രോട്ടോൺ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് m⁴ and the mass of a single neutron can be expressed as m⁴n. Then what will be the total mass of the nucleus? എന്താ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുക? How will you find the mass of that entire nucleus? Simply we can write the total mass. ഇനി ഞാൻ ക്യാപിറ്റൽ M എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് assumed nuclear mass is equal to എന്ത് വരും? എത്ര പ്രോട്ടോണുകൾ ഒരു ആറ്റത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിനുള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ മെഷർ എന്താണ്? That is nothing but the atomic number Z. So it will be Z into mp plus what is the total number of neutrons in a nucleus? That is nothing but n. So n into mn. ഇതിനെ നമുക്ക് ഇനിയും മാറ്റാം. n എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. നമുക്കൊരു ആറ്റത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിന് കിട്ടിയ ഉടനെ തന്നെ അതിൻ്റെ n വാല്യൂ എഴുതാൻ പറ്റില്ല. വി ക്യാൻ ഓൾവേസ് റൈറ്റ് ഇറ്റ് ആസ് z into mp plus n is nothing but a minus z into mn. This is the total mass of the nucleus. ക്ലിയർ ആയോ? അപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂക്ലിയസിനെ നിങ്ങൾക്ക് ന്യൂക്ലിയസിൻ്റെ പേര് തരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ C612 തന്നെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? ഉദാഹരണത്തിന് കാർബണിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറയുന്നു, m(c). എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ? z. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് z ഇൻ കാർബൺ? Carbon is nothing but C612. Therefore the atomic number becomes 6. 6 into mass of proton plus what will be the value of A minus Z? Z is equal to 6 and A is equal to 12. 12 minus 6 is 6.
6 into m. ഇനി മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് ഒന്നുകിൽ അതിൻ്റെ എനർജി ടേംസിലുള്ള വാല്യൂ എഴുതണം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ കിലോഗ്രാമിലുള്ള വാല്യൂ എഴുതേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വാല്യൂസിനെ കുറിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം ടോട്ടൽ മാസ് ഓഫ് എ ന്യൂക്ലിയസ് ക്യാൻ ബി റിട്ടൺ ആസ് Z into mp plus n into mn, which is also equal to Z into mp plus a minus Z into mn. ഐഡിയ ക്ലിയർ ആയോ? അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാസ്. ദെൻ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ന്യൂക്ലിയർ ഡെൻസിറ്റി. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ന്യൂക്ലിയസ് ഈസ് വൺ ഓഫ് ദ ഡെൻസ് മെറ്റീരിയൽ ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഡെൻസിറ്റി. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡെൻസിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്? ഡെൻസിറ്റി ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയം അല്ലേ? മാസ്, ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മാസിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ, ന്യൂക്ലിയർ മാസ് ഡിവൈഡഡ് ബൈ ന്യൂക്ലിയർ ഡെൻസിറ്റി, ന്യൂക്ലിയർ വോളിയം. ന്യൂക്ലിയർ മാസ് തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? മാസ് ഓഫ് ദ ന്യൂക്ലിയസ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. ഇനി ന്യൂക്ലിയർ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? ഹൗ വിൽ യു ഫൈൻഡ് ദ വോളിയം ഓഫ് എ ന്യൂക്ലിയസ്? അവിടെ ഒന്ന് രണ്ട് അസംഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. ദ ഫസ്റ്റ് എമംഗ് ദാറ്റ് അസംഷൻസ് ഈസ് ദാറ്റ് ന്യൂക്ലിയസ് ഈസ് ഹാവിങ് എ സ്ഫെറിക്കൽ ഷേപ്പ്. അപ്പോൾ ന്യൂക്ലിയസ് ഒരു സ്ഫെറിക്കൽ ഷേപ്പ് അക്വയർ ചെയ്യുന്നു എന്ന അസംഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ന്യൂക്ലിയസിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്ഫിയർ? സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ന്യൂക്ലിയർ ഡെൻസിറ്റി വി ഹാവ് ടു ഫൈൻഡ് ദ therefore ന്യൂക്ലിയർ ഡെൻസിറ്റി ഈക്വൽ ടു ന്യൂക്ലിയർ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ വോളിയം. നമുക്ക് വേണമെങ്കിൽ ന്യൂക്ലിയർ വോളിയം എന്നുകൂടി എഴുതി. അപ്പോൾ ന്യൂക്ലിയർ മാസ് ഡിവൈഡഡ് ബൈ ന്യൂക്ലിയർ വോളിയമാണ് ന്യൂക്ലിയർ ഡെൻസിറ്റി. ഇതിൽ ന്യൂക്ലിയർ മാസ് ഇതാ നമ്മൾ തൊട്ട് മുന്നേ ഇതാ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദെൻ ഹൗ വിൽ യു ഫൈൻഡ് ന്യൂക്ലിയർ വോളിയം? വോളിയം ഈസ് നത്തിങ് ബട്ട് 4/3 pi r cube. If the nucleus is having a spherical shape, then we can find the volume of the nucleus as 4/3 pi r cube. What is the value of r cube or r? r ആണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത്, ന്യൂക്ലിയർ സൈസ് r. So we can rewrite it as 4/3 into pi into r എന്ന് പറയുന്നത് എന്തെടുക്കാം? r0 a raised to 1/3 the whole cube. കൊടുത്തൂടെ? Then we will find the volume of that nucleus. ഇനി ഇതിനെ നമുക്ക് വീണ്ടും തിരുത്തി എഴുതിക്കൂടെ? 4/3 pi into r0 cube into a raised to 1/3 the whole raised to 3 എന്ന് പറയുന്നത് a ആണ്. So volume becomes 4/3 pi r0 cube into a. ക്ലിയർ ആയോ? ഇനി എങ്ങനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്? ന്യൂക്ലിയർ മാസ് ബൈ ന്യൂക്ലിയർ വോളിയം. Then what will be the value of nuclear mass? ന്യൂക്ലിയർ മാസിനെ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ന്യൂക്ലിയർ മാസിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതേ ഫോമുല യൂസ് ചെയ്താൽ പോരെ? അപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ, ഇപ്പോൾ ഇവിടെയും നമുക്ക് വീണ്ടും ആ സെക്കൻഡ് അസംഷൻ ഇവിടെ വരുന്നു. വി ക്യാൻ അസ്യൂം ദാറ്റ് ദ മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാസ് ഓഫ് ന്യൂട്രോൺ. അപ്പോൾ ആ അസംഷൻ ഞാൻ ഇവിടെ ഉണ്ട്. ഇഫ് മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാസ് ഓഫ് ന്യൂട്രോൺ, therefore total mass of the nucleus becomes Z into mp. സിംപ്ലി സ്മോൾ എം ആയിട്ട് നമുക്ക് എഴുതാം. Z into m plus a minus Z into m, which is equal to Zm plus am minus Zm, which is equal to mass number into mass of either proton or neutron. അങ്ങനെയാണെങ്കിൽ ഇതാണ് ന്യൂക്ലിയർ മാസ്, ഇതാണ് ന്യൂക്ലിയർ വോളിയം. then density becomes, what is the value of nuclear density? Nuclear mass a into m by 4/3 pi r0 cube into a. a ക്യാൻസലായി പോയി. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് r0യുടെ വാല്യൂ നമുക്കിവിടെ അറിയാം എത്ര? 1.3 into 10⁻⁻15 മീറ്റർ. ഒരു പ്രോട്ടോണിൻ്റെ മാസിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് r0 ക്യൂബിൻ്റെയും അതേപോലെ തന്നെ മാസ് ഓഫ് പ്രോട്ടോണിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ്, അതാണ് ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ. ഇത് വേണമെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം. വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ്, it's approximately it equal to 1.816 into
10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ എത്ര ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽ ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ? 1.86 ഇൻറ്റു 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത്രയേറെ ഡെൻസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ന്യൂക്ലിയസിനെ വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ് മെറ്റീരിയൽ ഇൻ ദ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മളുടെ ഡയമണ്ടിൻ്റെ ഡെൻസിറ്റിയുമായിട്ടൊക്കെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഡയമണ്ട് എന്ന് കൊടുത്തിട്ട് ആ ഡയമണ്ടിൻ്റെ ഡെൻസിറ്റിയും ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റിയും ഒന്ന് കമ്പയർ ചെയ്യുക. ഈ 10⁻17 എന്ന് പറഞ്ഞാൽ 1.816 എഴുതിയിട്ട് 17 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. സോ യു ക്യാൻ ഇമാജിൻ ഹൗ ഡെൻസ് ദിസ് മെറ്റീരിയൽ ഈസ്. അതുകൊണ്ടാണ് ന്യൂക്ലിയസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ് മെറ്റീരിയൽ ഇൻ ദ യൂണിവേഴ്സ് എന്ന്. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി പറയുന്നത്, ഇപ്പോൾ നമ്മൾ എത്ര എണ്ണം പറഞ്ഞു? 3 എണ്ണം. ഫോർത്ത് പ്രോപ്പർട്ടി, നമ്മൾ 4ാമത്തെ പ്രോപ്പർട്ടിയെക്കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. സോ ദ ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് നത്തിങ് ബട്ട് ന്യൂക്ലിയർ ചാർജ്. വി ആർ ഡിസ്കസിങ് അബൌട്ട് ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, നമുക്കറിയാം ഒരു ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺസ് എവിടെയാണ് ഉള്ളത്? ന്യൂക്ലിയസിന് പുറത്ത്. ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാർജുകളാണ് ഇലക്ട്രോൺസ്. സോ വി കനോട്ട് കൺസിഡർ ഇലക്ട്രോൺസ് ആസ് ദ ചാർജ് ക്യാരിയേഴ്സ് ഇൻ ന്യൂക്ലിയസ്. വി ക്യാൻ ഓൺലി consider protons as charge carriers inside the nucleus. So we know that each proton carries a value plus E. What is the value of E? E is nothing but the quanta of charge or the unit positive charge. It can be expressed as 1.6 into 10⁻⁻19 coulombs. ഇതാണ് ഒരു ഇയുടെ വാല്യൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ന്യൂക്ലിയർ ചാർജ് എത്ര കാണും? അത് എത്ര കാണുമെന്ന് അറിയാൻ എന്തറിഞ്ഞിരുന്നാൽ മതി? ന്യൂക്ലിയസിനുള്ളിൽ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ. ഇഫ് ദെയർ ആർ Z പ്രോട്ടോൺസ് വിത്തിൻ ദ ന്യൂക്ലിയസ്, ദെൻ Z ഇൻറ്റു E വിൽ ഗീവ് ദ ടോട്ടൽ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് അല്ലേ? കാരണം ന്യൂട്രോൺസിന് ചാർജ് ഒന്നുമില്ല. സോ ദ എൻറ്റയർ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് ഗിവൺ ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിത്തിൻ ദ ന്യൂക്ലിയസ്, വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് Z ഇൻറ്റു E. ഇപ്പോൾ ഉദാഹരണത്തിന് കാർബൺ C612 എന്ന് പറയുന്ന കാർബൺ ആറ്റത്തിനുള്ളിൽ എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ പറയും? Z is equal to 6 and A is equal to 12. Therefore, the total charge Q is equal to Z into E, which is equal to Z is 6. 6 into 1.6 into 10⁻⁻19 coulombs. This is the total charge within the carbon nucleus. ക്ലിയർ ആയല്ലോ? അപ്പോൾ 4ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, 5ാമത്തെ പോയിന്റ് പറയാനുള്ളത് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ന്യൂക്ലിയസ്. എന്താണ് ആംഗുലർ മൊമെൻറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആംഗുലർ മൊമെൻറ്റം ഈസ് നത്തിങ് ബട്ട് ദ റൊട്ടേഷണൽ അനലോഗസ് ഓഫ് ലീനിയർ മൊമെൻറ്റം അല്ലേ? അപ്പോൾ ഒരു വസ്തു നേർരേഖയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, സ്ട്രൈറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്, മാസമുള്ളൊരു വസ്തുവിന് മൊമെൻറ്റം ഉണ്ടാവും. As long as it moves, it will possess a momentum. That is called the what kind of momentum? Linear momentum. But in the case of circular motion, we have to discuss about angular momentum. Angular momentum is the rotational analog of linear momentum. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന മൊമെൻറ്റം എങ്ങനെയാണ് ഈ ന്യൂക്ലിയസിനുള്ളിൽ ഉണ്ടാവുന്നത്? അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇലക്ട്രോണിനാണ് ഇത്തരത്തിലുള്ള ആംഗുലർ മൊമെൻറ്റം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺസ് ആർ ഓൾവേസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. സോ ഇറ്റ് വിൽ പൊസസ് an orbital motion. Not only orbital motion, but also electron spins itself in an axis corresponding to നമുക്കറിയാവുന്ന പോലെ തന്നെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ട് എന്നത് മാത്രമല്ല സംഭവിക്കുന്നത്, അതിൻ്റെ തന്നെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് എർത്ത് എങ്ങനെയാണോ അതിൻ്റെ ആക്സിസിൽ കറങ്ങുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണോ സൂര്യന് ചുറ്റും കറങ്ങുന്നത്, ഇതേപോലെ തന്നെയാണ് ഇലക്ട്രോണുകൾ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെയും കൂടെ സമ്മാണ്. ബോത്ത് ആർ റൊട്ടേറ്റിംഗ് പ്രോപ്പർട്ടീസ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിൻ്റെ കേസിൽ ആംഗുലർ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ന്യൂക്ലിയസിനുള്ളിൽ ഇതേ ആംഗുലർ മൊമെൻറ്റം ഉണ്ടാകുന്നത്?
അത് മനസ്സിലാക്കാൻ അല്പം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് ക്വാണ്ടം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ് ഈ ആംഗുലർ മൊമെൻ്റ് അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ വിത്തിൻ എ ന്യൂക്ലിയസ് ഈസ് സം ക്വാണ്ടം പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് ന്യൂക്ലിയസ്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ന്യൂക്ലിയസ് ഒരു സ്പിൻ മോഷനും കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഓർബിറ്റൽ മോഷനും കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സംശയം തോന്നാം, ന്യൂക്ലിയസ് ഒരിടത്ത് സ്റ്റേബിളായി നിൽക്കുകയല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിനൊരു ഓർബിറ്റൽ മോഷൻ ഉണ്ടാകുന്നത്? അപ്പോൾ അത് നമ്മൾക്ക് സാധാരണഗതിയിൽ ക്ലാസിക്കലി ചിന്തിക്കുന്ന ഒരു ഓർബിറ്റൽ മോഷൻ അല്ല, മറിച്ച് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ന്യൂക്ലിയോൺസിനെ കുറിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും തരുന്ന സ്പിന്നും ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും വ്യത്യസ്തമായിട്ടുള്ള ആംഗുലർ മൊമെൻറ്റങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇത്രയും ഓർത്തിരിക്കുക, എങ്ങനെയാണോ ഇലക്ട്രോൺസ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും അതേപോലെ സ്പിൻ ആംഗുലർ മൊമെൻറ്റവും പ്രൊസസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ന്യൂക്ലിയസും ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റവും സ്പിൻ ആംഗുലർ മൊമെൻറ്റവും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് LS എന്നുള്ളത്. അപ്പോൾ ഈ ആംഗുലർ മൊമെൻറ്റത്തിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്പിൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് സെക്കൻഡ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റും കൂടെ എടുത്തിട്ട് റിസൾട്ടൻ്റ് എടുക്കാം. പക്ഷേ അതിലും നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് സ്പിൻ ആംഗുലർ മൊമെൻറ്റവും ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്? റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റം. എന്തുകൊണ്ടാണ് രണ്ട് ക്വാണ്ടിറ്റീസിനെ നമ്മൾ ചേർത്തിട്ട് റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്തത്? ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ദ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ആർ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. 2 vectors ക്യാൻ ബി ആഡഡ് ടു ഗെറ്റ് അനദർ വെക്റ്റർ. അങ്ങനെ വെക്റ്റർ അഡീഷൻ മൂലം കിട്ടുന്ന ഒരു റിസൾട്ടൻ്റ് ആണ് ഈ റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട് ദ വെക്റ്റർ സം ഓഫ് ദിസ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ന്യൂക്ലിയസ്. അത് ന്യൂക്ലിയസിൻ്റെ ആണ്. ഇനി ഇതിന് രണ്ടിനും എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ക്വാണ്ടം മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. തൽക്കാലം നിങ്ങൾ അതിൻ്റെ എക്സ്പ്രഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ സ്പിൻ ആംഗുലർ മൊമെൻറ്റം LS ഈസ് ഈക്വൽ ടു, അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്, √L × L+1 × H കട്ട്. L × L+1 √L × L+1 × H. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ നോക്കി ഇതിനെ ഇങ്ങനെ ആയിരിക്കില്ല കാണുന്നത്. നിങ്ങൾ ചിലയിടത്ത് കാണുക S is equal to റിസൾട്ടൻ്റ് സ്പിൻ S is equal to √S × S+1 × H കട്ട് എന്നുള്ള ഫോമിലായിരിക്കും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ നൊട്ടേഷൻ. നമ്മൾ നൊട്ടേഷൻ ബേസ് ചെയ്തിട്ടാണ് പറയുക. അപ്പോൾ ചിലയിടത്ത് ഇത്, കാരണം മിക്കയിടത്തും L എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ അതേ നൊട്ടേഷൻ ഉപയോഗിച്ചിരിക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഈ സഫിക്സ് S ആണ് ഇവിടുത്തെ സ്പിന്നിനെ സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റത്തെ എങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുക? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് LN, where N stands for nucleus, the resultant angular momentum of nucleus. അതുകൊണ്ടാണ് അതിനെ LN എന്ന്. ഇനി H കട്ട് എന്ന് പറഞ്ഞാൽ എന്താ? H കട്ട് അല്ലെങ്കിൽ H ക്രോസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. H ക്രോസ് ഈസ് നത്തിങ് ബട്ട് h/2π, where H is the Planck's constant, 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്സ്. അതാണ് എച്ചിൻ്റെ വാല്യൂ. ഇതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ക്വാണ്ടിറ്റിയാണ് ഈ LS അഥവാ സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയും. LNൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സ്മോൾ l എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്വാണ്ടം നമ്പറാണ് കേട്ടോ. സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ക്വാണ്ടം നമ്പറാണ് ഈ സ്മോൾ l. ഇനി അതേപോലെ ഒരു ക്വാണ്ടം നമ്പർ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റത്തിലുണ്ട്. അതിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. IN എന്ന് പറയുന്നൊരു വാല്യൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, √IN × IN+1 × H കട്ട്. അപ്പോൾ ഇതാണ് റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ ന്യൂക്ലിയസ്. ജസ്റ്റ് അതൊന്ന് ഓർത്തിരുന്നാൽ മതി. പ്രോബ്ലംസ് ചോദിക്കുകയോ 1 വേർഡ് ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എഴുതിയാൽ മതി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് പിന്നീട് നമുക്ക് നടത്താം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അതാണ് 5ാമത്തെ പ്രോപ്പർട്ടി. ഇനി 6ാമത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ്. 6ാമത്തെ പ്രോപ്പർട്ടി ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ്. ഡൈപോളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഒരു മാഗ്നറ്റിനെ ഒരു ഡൈപോൾ എന്നാണ് പറയാറുള്ളത്.
ഇറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഹാവിങ് 2 പോൾ. ഇനി അത് വളരെ സ്കൂൾ ലെവലിലുള്ളൊരു ഡെഫിനിഷനാണ്. ഇങ്ങനെ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 പോൾസ് ഉള്ളൂ എന്നുള്ളത്. എന്നാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ S3-യിൽ പഠിച്ചിട്ടുണ്ട് ഡൈപോൾ ഈസ് ഹാവിങ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അത് നമ്മൾ പറയുന്ന ഫിസിക്കൽ ചാർജുകൾ മൂലമുള്ള ഡൈപോളുകളാണ്. ഇനി അങ്ങനെ ഫിസിക്കൽ ചാർജുകൾ മൂലം മാത്രമല്ല ഡൈപോളുകൾ ഉണ്ടാകുന്നത്. റൊട്ടേഷൻ ഓഫ് ചാർജ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ചാർജ്, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ചാർജുകൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള മോഷൻ മൂലം എന്തുണ്ടാകാം, ഡൈപോൾസ് ഉണ്ടാകും. അതിനെയാണ് മാഗ്നറ്റിക് ഡൈപോൾസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നതാണ്. മാഗ്നറ്റിക് ഡൈപോൾസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, മാഗ്നറ്റിക് മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നൊക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാഗ്നറ്റിക് ഡൈപോൾസ് ഇവിടെയും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാവാം? സിമ്പിൾ ലോജിക്കാണ്, ചിന്തിച്ച് നോക്കേ. നമ്മുടെ ഈ ന്യൂക്ലിയസിനുള്ളിൽ എന്തുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്. പ്രോട്ടോൺസ് ആർ ചാർജ് ക്യാരിയേഴ്സ്. അപ്പോൾ പ്രോട്ടോൺസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റൊട്ടേഷണൽ മോഷൻ ഉള്ളത് കൊണ്ടല്ലേ ഇവിടെ ആംഗുലർ മൊമെൻ്റം ഉണ്ടായത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നൊരു ചാർജ് എന്തുണ്ടാക്കണം? മാഗ്നറ്റിക് ഡൈപോളിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ? ദാറ്റ്സ് വൈ ന്യൂക്ലിയസ് ഈസ് ഹാവിങ് എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഡൈപോൾ ഉണ്ടെങ്കിൽ അതിനൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവണമല്ലോ. അത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് μn. മ്യൂ ആണ് സാധാരണ നമ്മൾ ഡൈപോളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. μn ഈസ് ഈക്വൽ ടു EH ക്രോസ് ബൈ എന്ത് വരും? 2 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ. ഇനി H ക്രോസിന് പകരം വേണമെങ്കിൽ എനിക്ക് EH/2π × 2 കൂടെ ചേർന്ന് 4π മാസ് ഓഫ് പ്രോട്ടോൺ. ഇതാണ് ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ന്യൂക്ലിയർ ഡൈപോൾ മൊമെൻ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ്. ഇനി ഇതിലൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. അതായത് നമ്മൾ എഴുതിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, അല്ലാതെ ഇതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ന്യൂക്ലിയർ മാഗ്നറ്റോൺ. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് വാല്യൂ ഓർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ബോർ മാഗ്നറ്റോൺ എന്ന് പക്ഷേ കേട്ടിട്ടുണ്ടാവാം. BOHR, ബോർ മാഗ്നറ്റോൺ. ഇത് ഏതിൻ്റെ കേസിലാണ്? ഇലക്ട്രോൺസിൻ്റെ കേസിലാണ്. EH ക്രോസ് ബൈ 2me ആണെങ്കിൽ, മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബോർ മാഗ്നറ്റോൺ, μe എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിന് അനലോഗസ് ആയിട്ടുള്ള ന്യൂക്ലിയർ മാഗ്നറ്റോണിനെയാണ് നമ്മൾ ഈ μn കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും വരിക. μnൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും സാധാരണഗതിയിൽ നമ്മുടെ എന്തുണ്ടാവുക, ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അറിയേണ്ട ഇത്രയും ഓർത്തിരുന്നാൽ മതി. ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് μn എന്ന് മാത്രം ഓർത്തിരുന്നു. ഇനി ഒരു പോയിൻ്റ് കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് കോൾഡ് ദ ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻറ്റ്. ഇതും മറ്റൊരു പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയസിനെ സംബന്ധിച്ച്. അതിൻ്റെ സിമെട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റ്. ഇനി അതിൻ്റെ എക്സ്പ്രഷനിലേക്കൊക്കെ പോയാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണം എന്നില്ല. ഇത്രയും ഓർത്തിരുന്നാൽ മതി. പെർഫെക്റ്റ്ലി സ്ഫെറിക്കൽ ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ആണുള്ളെങ്കിൽ, അതായത് ഈ ആക്സിസിനെല്ലാം സെൻറ്ററിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ എടുത്താലും റേഡിയസ് സെയിം ആണെങ്കിൽ ഇറ്റ് വിൽ പൊസസ് 0 ക്വാഡ്രപോൾ മൊമെൻറ്റ്. So, electric quadrupole moment of a nucleus is the measure of symmetry of a nucleus. പെർഫെക്റ്റ്ലി സ്ഫെറിക്കൽ ഷേപ്പ്. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന അസംഷനുകളെല്ലാം ന്യൂക്ലിയസ് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു മെറ്റീരിയൽ ആണെന്നുള്ളതാണ്. നമ്മൾ പിറകോട്ട് പോയി കഴിഞ്ഞാൽ ന്യൂക്ലിയർ സൈസ് എടുത്തപ്പോൾ നമ്മൾ ഒരു റേഡിയസിൻ്റെ ബേസിലാണ് അതിനെ പറഞ്ഞത്. അതേപോലെ ന്യൂക്ലിയർ ഡെൻസിറ്റി എടുത്തപ്പോൾ ഈ വോളിയം കിട്ടിയത് എങ്ങനെയാണ്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ടല്ലേ. അപ്പോൾ എപ്പോഴെല്ലാം ആ സ്ഫെറിക്കൽ സ്ട്രക്ചറിൽ ഈ ന്യൂക്ലിയസ് ഡീവിയേറ്റ് ചെയ്യുമോ അപ്പോഴെല്ലാം ഈ ക്വാണ്ടിറ്റി ഒരു റിയൽ വാല്യൂവിനെ തരും. ദാറ്റ് ഈസ് വൈ ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻറ്റ് വിൽ ഗീവ് ദ എന്തായിരിക്കും? ദ സിമെട്രി, ഇൻഫർമേഷൻ അബൌട്ട് ദ സിമെട്രി ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഈ ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻറ്റ് അതിൻ്റെ സിമെട്രിയെ തരുമെന്ന് കൂടി. അപ്പോൾ അതിന് പല സ്ട്രക്ചറുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഈ ക്വാഡ്രപോൾ മൊമെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. പ്രോലേറ്റ് സ്ട്രക്ചർ, ഒബ്ലേറ്റ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ സിമെട്രിയുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റി ആണെന്ന് മാത്രം
ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസിനെ കുറിച്ചാണ്. അതിലൊന്ന് ന്യൂക്ലിയർ സൈസ്. അവിടെ ഓർത്തിരിക്കേണ്ട എന്താ? R is equal to R0a⁻1/3. R0യുടെ വാല്യൂ 1.3 × 10⁻15 മീറ്റർ. രണ്ടാമത്തെ കാര്യം ന്യൂക്ലിയർ മാസ്. ന്യൂക്ലിയർ മാസ് ഇസ് ദ സം ഓഫ് ന്യൂക്ലിയോൺസ്. സം ഓഫ് മാസ് ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസിൽ എന്തുണ്ട്? Z times mp ആൻഡ് n times mn. ഇനി ന്യൂക്ലിയർ ഡെൻസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ന്യൂക്ലിയർ മാസ് ബൈ ന്യൂക്ലിയർ വോളിയം. ന്യൂക്ലിയർ വോളിയം ഈസ് നത്തിങ് ബട്ട് 4/3 പൈ ഇൻറ്റു ന്യൂക്ലിയർ റേഡിയസിൻ്റെ ക്യൂബ്. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ന്യൂക്ലിയർ മാസിൽ നമ്മളൊരു അസംഷൻ എടുത്തു, മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ന്യൂട്രോണും സെയിം തന്നെയാണെങ്കിൽ ദെൻ വി വിൽ ഗെറ്റ് ന്യൂക്ലിയർ ഡെൻസിറ്റി ആസ് ദിസ് വാല്യൂ. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മൾ ഏത് ന്യൂക്ലിയസ് എടുത്താലും ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താണ്? ഈ വാല്യൂ തന്നെയാണ്. സോ ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ്. Whatever nucleus you take, the nuclear density remains constant. ഓക്കെ, അത് വലിയൊരു പോയിൻ്റാണ്. ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് ഏതാണെന്നുള്ളത് അവിടെ ഒരു പ്രശ്നമേ അല്ല. ന്യൂക്ലിയർ ഡെൻസിറ്റി വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇനി ന്യൂക്ലിയർ ചാർജ് എങ്ങനെ കണ്ടുപിടിച്ചു? ടോട്ടൽ ചാർജ് എത്ര ഉണ്ട്? ന്യൂക്ലിയസിനുള്ളിലെ ടോട്ടൽ ചാർജ് എത്ര ഉണ്ട്? അതേ ഇൻറ്റു ഇ എടുത്താൽ പോരെ. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ചാർജ് ഇ. അപ്പോൾ ടോട്ടൽ ചാർജ് ഏതൊക്കെയാണുള്ളത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എടുത്താൽ മതി, Z ഇൻറ്റു ഇ. അതേപോലെ ആംഗുലർ മൊമെൻറ്റം പറഞ്ഞപ്പോൾ ന്യൂക്ലിയസിന് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്, റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റം. റിസൾട്ടൻ്റ് ആംഗുലർ മൊമെൻറ്റം ഈസ് ദ വെക്റ്റർ സം ഓഫ് spin angular momentum and orbital angular momentum, which will give these two results. പിന്നീട് ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഡൈപോൾ മൊമെൻറ്റിന് ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. mu is equal to a quantity times mu n എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ. പക്ഷേ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. mu n എന്ന് പറയുന്ന ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്താണെന്നും അതിൻ്റെ വാല്യൂ എത്രയാണ്. ഇനി നിങ്ങൾക്ക് ഇയുടെ എച്ചിൻ്റെയൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, മാസ് പ്രോട്ടോണൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ mu n-ൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ കിട്ടും, കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. Just like the nuclear density, mu n is also a universal constant. പിന്നീട് ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻറ്റ് will give the symmetry property of the nucleus. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെക്കൻഡ് ലെക്ചറിലൂടെ പറയാൻ ശ്രമിച്ചത്. ഓക്കെ, താങ്ക് യു.